ഒരു പ്രമുഖനായിട്ടൊരു വ്ളോഗർ ഇട്ട ഒരു വീഡിയോ ഉണ്ട്. കിച്ചു കഞ്ചാവ് വലിക്കുന്ന ഒരു വ്യക്തിയാണ്, മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ്, തന്തേനെ പോലെ പിഴച്ചു നടക്കണം അങ്ങനെ പറഞ്ഞു. അതുപോലെ വേറൊരു സംഭവമാണ്, നേരത്തെ പല പ്രാവശ്യം ചോദിച്ചിട്ട് കാര്യമാണ്, കിച്ചുവും രേണുവും തമ്മിൽ പല പ്രശ്നങ്ങളും. ഈ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്, മൊത്തം ഒരുന്ന് കാണണം. ഓക്കെ, രേണുവിന്റെ ഇന്നലത്തെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇപ്പം അറിയാമല്ലോ, ചേച്ചി ഇപ്പം വീണ്ടും എയറിൽ ഇങ്ങനെ പൊക്കോണ്ടേ എങ്ങനെ ഇരിക്കുമോ, ഒന്ന് പച്ച പിടിച്ച് വന്നതാ. പക്ഷെ എന്ത് ചെയ്യാനാ, അങ്ങ് പഴുത്തെന്ന് അങ്ങ് തന്നെ പറയാം. അപ്പം കിച്ചു സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതൊന്ന് സംസാരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കുക. പിന്നെ ഫേസ്ബുക്കിൽ അത് കാണുന്നെങ്കിൽ ഒന്ന് ഫോളോയും കൂടെ ചെയ്തേക്കുക. ഓക്കെ, പിന്നെ ഹൈപ്പ് കൊടുക്കാൻ മറക്കണ്ട. എന്തായാലും ചേച്ചിയെ വിറ്റ് നിനക്കൊക്കെ തിന്ന് മടുത്തില്ലടാ, അടുത്ത മാസത്തേക്ക് അരിക്ക് വേണ്ടി ചേച്ചി. അതുകൊണ്ടാണ് കേട്ടോ, ഇത് കാണുന്ന കുറേ ചേച്ചിമാരുണ്ട് രേണു ഫാൻസാർക്ക്. അടുത്ത മാസത്തെ അരിക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ഇടുന്നു, നിങ്ങളിരുന്ന് കമൻറ്റ് ഇടുന്നു, ഞങ്ങൾക്ക് അരിയും കിട്ടും, നിങ്ങൾക്കോ ഒരു പഴവും കിട്ടത്തില്ല. ഓക്കെ, കുറെ നെഗറ്റീവ് ഇടുന്ന കുറെ ചേച്ചിമാരുണ്ട്, അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നതാണ് ഈ ഒരു ഡയലോഗ് ഒന്ന് കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യുക. ഹൈപ്പ് കൊടുക്കാത്ത ഹൈപ്പ് കൊടുക്കുക. നമുക്കതിലും വീഡിയോയിലോട്ട് പോവാം. പ്രമുഖനായ ഒരു യൂട്യൂബറിനെ കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്, നമുക്കതൊന്ന് വെക്കാം. ഒരു പ്രമുഖനായിട്ടൊരു വ്ളോഗർ ഇട്ട ഒരു വീഡിയോ ഉണ്ട്. കിച്ചു കഞ്ചാവ് വലിക്കുന്ന ഒരു വ്യക്തിയാണ്, മദ്യപിക്കുന്ന ഒരു വ്യക്തിയാണ്, തന്തേനെ പോലെ പിഴച്ചു നടക്കണം അങ്ങനെ പറഞ്ഞ ഒരാൾ ഭയങ്കര മോശമായ ആ ഒരു എനിക്ക് തോന്നുന്നത് ഇന്റർവ്യൂ ഞാനും അങ്ങനെ ഡയലോഗും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ പിന്നെ ആരും അങ്ങനെ ഒന്നും ചെയ്യാറില്ല. ഈ പറഞ്ഞ ഞാനും മദ്യപിക്കാറുമില്ല, സിഗരറ്റ് പോലും വലിക്കാറില്ല. ഓക്കെ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ തൊട്ടിട്ടുമില്ല. പിന്നെ അത് നാട്ടുകാരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, അത് വേറെ കാര്യം. പക്ഷേ രേണു ചേച്ചി മോൻ്റെ ചരിത്രം അറിയാത്തതുകൊണ്ടാണ്, എടുപ്പിക്കരുത്. ഞാനൊരു കാര്യം പറയാം, കൊല്ലത്ത് നമ്മൾ അന്വേഷിക്കാൻ ചെന്ന സമയത്ത് A to Z കാര്യങ്ങൾ അവനെ അറിഞ്ഞതാണ്. അവനെ വിളിച്ച് ഉപദേശിക്കുന്ന വരെ സാധനങ്ങൾ നമ്മുടെ ഇരിപ്പുണ്ട്, ഉള്ള കാര്യം തുറന്നു പറയാമല്ലോ. പിന്നെ അതൊക്കെ വിളിച്ച് പറഞ്ഞ് വെറുതെ ഒരു ഇതാക്കണ്ടെന്ന് കയറ്റി മാത്രം മാറ്റി നിർത്തിക്കൊണ്ടിരിക്കുക. ചേച്ചിക്ക് ഒരു കാര്യം അറിയത്തില്ല. പിന്നെ പണ്ട് ഈ സുധി എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന കിറ്റുവിനെ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇരുത്തിക്കൊണ്ടുപോയി തണ്ണി അടിക്കാൻ പോയ കഥകളും, ഈ തണ്ണി അടിക്കുന്നവരുടെ കൂട്ടത്തിലുള്ള വ്യക്തികളെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. അവരും കൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന റിയാക്ഷൻ ഫീൽഡിലൊക്കെ ആരാണ് എന്താണെന്നൊന്നും ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അറിയാവുന്നവർ വേണമെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ ഇട്ടോ. ചേച്ചിയുടെ ഇരിപ്പും മട്ടമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊമ്പത്തെ റാണി ഇരിക്കുന്ന പോലെ. അതിനകത്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്തട്ടെ. അതിൻ്റെ അകത്ത് പറഞ്ഞത് തന്തനെ പോലെ മോശമായിട്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അത് മറ്റുള്ളവർക്ക്, ചേച്ചീനെ അതുപോലെ തന്നെ സുചേട്ടനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്കൊന്ന് വ്യക്തമാക്കാനായിട്ടൊന്ന് ക്ലിയർ ചെയ്ത് പറയാൻ പറ്റും. ഞാൻ പറഞ്ഞവന്റെ വീട്ടിലായിരിക്കും അത് ചെയ്യുന്നത്. എന്റെ വീട്ടിൽ എന്തായാലും എന്റെ മകൻ അങ്ങനെ ചെയ്യുന്നതായിട്ട് എനിക്കറിയത്തില്ല. അവനെ ഭീഷണിപ്പെടുത്തിയ ടീമാണ് ഈ പറയുന്നത്. കാരണം ഈ കിച്ചു പല കാര്യങ്ങളും എതിർപ്പായിരുന്നു, പല കാര്യങ്ങളും അവന് നല്ല രീതിയിൽ എതിർപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ കിച്ചു കൂടുതലൊന്നും സോഷ്യൽ മീഡിയ ഇതിനെക്കുറിച്ച് പറയത്തില്ലായിരുന്നു. കാരണം കിച്ചുവിന്റെ A to Z കാര്യങ്ങൾ രേണുസുധിക്ക് അറിയാം, രേണുസുധിയുടെ A to Z കാര്യങ്ങൾ അവനും അറിയാം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഏത് രീതിയിൽ പോകുന്നു ഞാൻ തന്നെ പറയാതെ മനസ്സിലാക്കാമല്ലോ കാണുന്ന പ്രേക്ഷകർക്ക്. ഓക്കെ, എന്നാലും ചേച്ചി പറ. ചേച്ചി അവിടെ ആ ഒരാളുടെ ബോഡി ലാംഗ്വേജ് സംസാരം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പപ്പ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ കംപ്ലീറ്റ് സുധിച്ചേട്ടൻ മരിച്ചു പോയതല്ലേ. ഞാൻ പറയട്ടെ, ജീവനോടെ ഉള്ള ഒരാളുടെ കാര്യം പറയുന്നതാണ് മരിച്ചു പോയത്. അതെന്തിനാണ് അത് എടുത്തിടുന്നത്? എന്റെ കാര്യം പറഞ്ഞോട്ടെ, ഞാൻ ജീവനോടുണ്ട്. ഞാനൊരു സമയത്ത് ഒരു ദിവസം മരിച്ചു പോയാൽ പിന്നെ അതെന്താണ് ഈ എന്താ പറയാ, പിന്നെ തോണ്ടി ശവകുടീരം തോണ്ടി എന്തിനാണ്? മരിച്ചുപോയ വ്യക്തിനെ കുറിച്ചല്ലേ ചേച്ചി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ചേട്ടൻ അതായിരുന്നു, ചേട്ടൻ ഇതായിരുന്നു, മറ്റേതാണ്, മറിച്ചതാണെന്നും പറഞ്ഞ് ചേച്ചിയല്ലേ കൊണ്ടുവരികയൊക്കെ ചെയ്തത്. സുധിയുടെ പേരും പറഞ്ഞിട്ട് നിങ്ങൾ കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മളിവിടെ പുറത്ത് കാണിച്ചുകൊണ്ടിരുന്നത്. അത് നമ്മുടെ കുറ്റമല്ലല്ലോ ചേച്ചി, നിങ്ങൾ കാണിച്ച തോന്നിവാസത്തിനെ കുറിച്ചല്ലേ. ഇനി വേറൊരു കാര്യം, അതുപോലെ വേറൊരു സംഭവമാണ്, നേരത്തെ പല പ്രാവശ്യം ചോദിച്ചിട്ട് കാര്യമാണ്, കിച്ചുവും രേണുവും തമ്മിൽ പല പ്രശ്നങ്ങളുണ്ട്, അവര് ഉടക്കിലാണ് കാര്യങ്ങൾ. അതിനെക്കുറിച്ച് ചേച്ചിക്ക് എന്താണ് മറ്റു? പിന്നെ ഒരു സാധാരണ അമ്മയും മക്കളുമാണെങ്കിൽ സൗന്ദര്യ പണക്കെങ്കിലും ഉണ്ടാവും ഇല്ലയോ? നിങ്ങളൊക്കെ നമ്മൾക്ക് എന്റെ അമ്മയോട് ഞാൻ ഇടയ്ക്കൊക്കെ പിണങ്ങിയിരിക്കും. ഞങ്ങൾ തമ്മിൽ സൗന്ദര്യ പണക്കം പോലും ഇല്ല, പിന്നെ എവിടെ പണക്കം? എന്തിനാ രേണു സുധി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കള്ളം പറയുന്നേ? എന്തിനാ? ഒരു 5-6 മാസം മുമ്പായിരുന്നു ഈ ട്രോഫിയുടെ ഒരു വിഷയം ഉണ്ടായിരുന്നു, കട്ടിലിന്റെ അടി. അതായത് സുധിച്ചേട്ടാ എന്ന് പറഞ്ഞിട്ട് സുധിച്ചേട്ടനെ പൊന്നു പോലെ നോക്കുന്ന രേണു സുധിയുടെ ട്രോഫിയും കാര്യങ്ങളെല്ലാം കട്ടിലിന്റെ അടി കയറ്റി വെക്കുകയും ചെയ്ത് രേണു സുധിയുടെ അടുത്ത് ഫ്രണ്ടിൽ കൊണ്ട് വെക്കുകയും ചെയ്ത് അത് നല്ല രീതി വിഷയമായ സമയത്ത്
നല്ല രീതി വിഷയമായ സമയത്ത് ഈ പറഞ്ഞ രേണു വന്നിട്ട് കുറേ ഡയലോഗ് അടിച്ചായിരുന്നു. നമ്മുടെ പ്രജീഷുമായിട്ടാണ് തോന്നുന്നു വന്നിട്ട് കുറച്ച് ഡയലോഗ് അടിച്ചായിരുന്നു. അത് സുധിച്ചേട്ടൻ്റെ സാധനം ഭദ്രമായിട്ട് കട്ടിൻ്റെ അടി വെച്ചതാണ്, ഇവിടെ അവിടെ വെച്ചിട്ട്. എന്തിനാ പൊടി വെട്ടാതിരിക്കാൻ വേണ്ടി. അത് കിച്ചു മനഃപൂർവ്വം എടുത്ത് വെച്ചതാണ്. കിച്ചു ഒരു യൂട്യൂബറിനോട് പറഞ്ഞാണ് ആ ഒരു കാര്യം, ഞാൻ മനഃപൂർവ്വം വെച്ചിട്ട് അതെടുത്ത് വെച്ചാന്നുള്ള കാര്യങ്ങൾ. അതിൻ്റെയും റെക്കോർഡുകളും കാര്യങ്ങളും ഒക്കെ ഇരിപ്പുണ്ട് ഓരോ വ്യക്തിയുടെ കയ്യില. പിന്നെ അതൊന്നും പുറത്തു വിടാത്ത ആ വ്യക്തി ആ കിച്ചുനോടും സുധിയോടും ഉള്ള, കാരണം അവരൊരുമിച്ച് നല്ല കൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് അത് പുറത്തു വിടാത്തത്. എൻ്റെ പൊന്നു രേണു, നിങ്ങളെക്കുറിച്ച് പറയുന്നത് ഈ ചെക്കനാണ്. ഇപ്പം നിങ്ങൾ അണയും ചക്കര എന്തോ ആയിക്കോട്ടെ, 5-6 മാസം മുമ്പ് സംഭവിച്ച കാര്യത്തിനെ കുറിച്ച് ഞാനിപ്പോൾ പറയുക ചെയ്യുന്നത്. ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് നിങ്ങളോട് നിങ്ങൾ കാണിക്കുന്ന ഈ കോപ്രായങ്ങൾ തന്നെ പറയത്തുള്ളൂ. ഇപ്പം നിങ്ങളെ മട്ടും പാവവും ഇരുത്തമൊക്കെ കാണുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതാണ്. നമ്മളെപ്പോലുള്ള റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടോട് മാത്രം. എന്നിട്ട് എന്തോ പറയുന്നത്, നിങ്ങളെ വിട്ട് നമ്മൾ അരി മേടിക്കുകയെന്ന്. അങ്ങനെയെങ്കിൽ അങ്ങനെ എന്തായാലും അടുത്ത മാസത്തേക്കുള്ള റേഷന് വേണ്ടിയാണ് നിങ്ങൾ കൂട്ടിക്കൂ. എന്തായാലും രേണുസുതി കാരണം എൻ്റെ വീടൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ടല്ലോ, നല്ല കാര്യം. ഒരുപാട് നന്ദിയുണ്ട്. അതുകൊണ്ട് ചേച്ചി ഞങ്ങൾ വീണ്ടും ചേച്ചിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. ചേച്ചി വേറൊരു വീഡിയോക്കാർ വരുമ്പോൾ അതിനെക്കുറിച്ച് മറുപടി തന്നുകൊണ്ടിരിക്കും. ഇതിങ്ങനെ പൊക്കോട്ടെ എങ്ങനെ ഇരിക്കട്ടെ, വേണ്ടവർ മാത്രം കാണട്ടെ അല്ലേ, അതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ചേച്ചിയുടെ അടുത്ത വീഡിയോ. ഓക്കെ, റെഡി. ചേച്ചി ഇപ്പം ഒരു പ്രാക്ടീസ് പോലും ഇല്ലാതെ ഒരു സ്ഥലത്ത് ഒരു കിടലും ഡാൻസ് കളിച്ചിട്ട് ഇപ്പം എത്തിയേക്കാം. ചേച്ചി നേരത്തെ തൊട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ഇല്ലേ? കുഞ്ഞിലെ തൊട്ട് ഡാൻസ് കളിക്കുന്ന ആളാണ് ഞാൻ. 1ാം ക്ലാസ് തൊട്ടേ കളിക്കുന്നത്. ഓക്കെ, ചുമ്മാ ഇങ്ങനെ സിനിമാറ്റിക് ഡാൻസ് ആരും പഠിപ്പിക്കണ്ട, ചുമ്മാ വേറെ ലെവൽ ഡാൻസാ, വേറെ ലെവൽ ഡാൻസാ ചേച്ചിയുടെ. അതിനൊന്നും നമ്മൾ കുറ്റം പറയുന്നൊന്നുമല്ല. കഴിവുള്ളവർ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അതൊക്കെ നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല. ഇവർക്കതൊക്കെ പറ്റും. നല്ല ഡാൻസാണ്. ഭയങ്കര തിരക്കാണ്, ഓരോ ദിവസവും ഒരുപാട് പ്രോഗ്രാംസ്, ഇനാഗ്രേഷൻസ്. ഈ നിമിഷം ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്? സത്യം പറഞ്ഞാൽ ഒരുപാട് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. ഞാനൊന്നും അല്ലാതിരുന്ന സമയത്ത്, ഞാൻ ഒന്നുമല്ല, ഇപ്പോഴും ഞാനൊന്നും അല്ലെന്ന് വിശ്വസിക്കുന്നതാണ്. പക്ഷെ എന്നെ പോലെ ഒരാള് ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ എന്താ പറയാ ഒരു ലൈഫാണ് അവരാദ്യമായിട്ട് തുടങ്ങുന്നത്. ഞാൻ ഒരു എനിക്ക് തോന്നുന്നു 10-12 സ്ഥാപനമെങ്കിലും ഞാനിപ്പം ഒരു 2-3-4-5 മാസം കൊണ്ട് ഇനോഗ്രേഷൻ ചെയ്തു. അത് നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് എനിക്ക് ഒരുപാട് സന്തോഷം. അത് വേറൊന്നും കൊണ്ടല്ല രേണുസുതി, ഇനി വിധവയെന്നൊക്കെ ആക്കിയെടുക്കും. എന്റെ ദൈവമേ, വേറൊന്നും കൊണ്ടല്ല. നിങ്ങൾ വന്നു കഴിഞ്ഞ് എന്തായാലും അന്നത്തെ വിഷയങ്ങൾ ചർച്ചയാവും. എവിടെ ആണെങ്കിലും ശരി അന്ന് ചർച്ചയാവും. എന്തെങ്കിലുമൊക്കെ വിവരമൊക്കെ വിളിച്ച് പറയുകയൊക്കെ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ ആ ഷോപ്പിന്റെ ഉടമ അത് ബുദ്ധിപൂർവ്വം ചെയ്യുകയും ചെയ്യും. ബുദ്ധിയുള്ള ഒരു ഉദ്ഘാടനം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ രേണുസുതിയെ വിളിക്കത്തുള്ളൂ. ഓരോരുത്തരും റിയാക്ട് ചെയ്യുകയാണെങ്കിലും ഏത് സ്ഥാപനമാണ് അത് 10 പിന്നെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ സ്ഥാപനമൊക്കെ ഹൈ ലെവലിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ല നിങ്ങളെ കൊണ്ടുവരുന്നത് നിങ്ങളുള്ള സ്നേഹമോ അല്ല നിങ്ങളുടെ ഇതും കണ്ടിട്ടൊന്നും അല്ല. നിങ്ങൾ വന്നാൽ അവിടെ വിവാദം ഉണ്ടാവും. ആ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രമാണ് രേണു അതുകൂടെ മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. ഞാൻ ആരെയും ദ്രോഹിക്കുന്നില്ല. എന്താ പറയാ, നിങ്ങളെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്കും എന്താ പറയാ എല്ലാ എന്താ പറയുക സങ്കടങ്ങളും ദുഃഖങ്ങളും സന്തോഷങ്ങളും എല്ലാ ഫീലിങ്സും ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. ഒരു ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് എനിക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് ചെയ്യാൻ പറ്റില്ല, അത് ഇടാൻ പറ്റത്തില്ല, അവനോട് മിണ്ടാൻ പറ്റത്തില്ല, അങ്ങനെയൊന്നും ആരും വിലക്കിയിട്ടില്ല. അപ്പം എന്നെ സ്നേഹിക്കുന്നവരുടെ അടുത്ത് എനിക്ക് സന്തോഷം മാത്രം. എന്നും ആ സ്നേഹം നിലനിൽക്കണമെന്നും ആഗ്രഹിക്കുന്നു. ഭർത്താവ് മരിച്ചെന്നും പറഞ്ഞിട്ട് ഇവിടെ ആരും രേണുവിനെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ രേണു അത് ഇത് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടൊന്നുമില്ല. രേണു അതിന് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വന്ന് സംസാരിക്കുന്നത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങളാണ് ഇതുപോലുള്ള സംസാരങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. നിങ്ങൾ കാണിക്കുന്ന ഓരോ പ്രവൃത്തികളാണ് ആൾക്കാർ മുമ്പ് ചൂണ്ടിക്കാണിക്കുന്നത്. അതാദ്യം മനസ്സിലാക്കണം. ഇപ്പം ശരിക്കും എല്ലാം തികഞ്ഞെന്നുള്ളൊരു ഭാവമാണ് നിങ്ങൾ കാണിക്കുന്നത്. എന്നിട്ട് ഞാൻ എങ്ങും എത്തിയില്ല, ഞാൻ അങ്ങനാണ്, ഞാൻ ഇങ്ങനാണ്. കഷ്ടം. പപ്പായ്ക്ക് അമ്മയ്ക്ക് സുഖമില്ല, ഞാനാണ് വീട് നോക്കുന്നത്. എനിക്ക് നോക്കിയേ പറ്റത്തുള്ളൂ. എനിക്ക് എന്റെ മക്കളെ പട്ടിണിക്കിടാൻ പറ്റത്തില്ല. ഒന്നാമത്തെ കാര്യം. ഒരു ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞ് എന്താ പറയാ, നല്ല കാര്യങ്ങളൊക്കെ തന്നെ അച്ഛനും അമ്മയും നോക്കുന്നതൊക്കെ നല്ല കാര്യങ്ങളൊക്കെ തന്നെ. പക്ഷെ തങ്കച്ചൻ ആൾ സ്ട്രോങ് ആണ് കേട്ടോ. പുള്ളി വേറെ ലെവലാണ്. പുള്ളി അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പക്കയായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യും, വിവരക്കേടാണെങ്കിൽ പോലും. പിന്നെ ആ വ്യക്തിയെ നോക്കുന്നതിന് ഒരു കുഴപ്പമൊന്നുമില്ല ചേച്ചി, നല്ല കാര്യങ്ങളൊക്കെ തന്നെ. പിന്നെ അത്യാവശ്യം നല്ല വരുമാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അച്ഛനും അമ്മയും മാത്രമല്ല, അവിടെ പിന്നെ വേറെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട്. അവരെല്ലാം നോക്കുന്ന രേണുസുതിയാണ്. ഇപ്പൊ രേണുവിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കുറെ ആൾക്കാർ. നമ്മൾ ഉള്ള പോലെ പറയുകയൊക്കെ ചെയ്യണം. പക്ഷേ ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഇതുപോലുള്ള വിവരക്കേട് വിളിച്ച് പറയുമ്പോഴാണ് ആൾക്കാർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. സാരമില്ല ചേച്ചി, സാരമില്ല, എല്ലാം ശരിയായിക്കോളും. ജീവിതം വഴിമുട്ടി നിന്നപ്പം ഒരു ഭാഗ്യം പോലെ ചെറിയ ചെറിയ ആൽബങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങളും നാടകവും നിങ്ങൾക്കറിയാലോ, അങ്ങനെ വന്നതാണ് ഞാൻ.
അങ്ങനെയല്ല, നിങ്ങൾ ദാസേട്ടൻ കോഴിക്കോടിന്റെ പേര് പറഞ്ഞിട്ടില്ല. ദാസേട്ടൻ കോഴിക്കോടിന്റെ പേര് നിങ്ങൾ ഇവിടെ പറഞ്ഞില്ല. ആ പാവം പിടിച്ചവൻ ഓരോ കോപ്രായങ്ങൾ കാണിക്കാൻ പറഞ്ഞ് ആ കോപ്രായങ്ങൾ കാണിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ഇവിടെ വന്നത്. പിന്നെ നിങ്ങൾ തന്നെ മനഃപൂർവ്വം ഓരോ വിവാദങ്ങൾ ഉണ്ടാക്കി. കാരണം നെഗറ്റീവ് പറഞ്ഞാൽ അത്യാവശ്യം ഫെയിം കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് രേണുസുതി നെഗറ്റീവിലോട്ടാണ് കയറി വന്നത് ആദ്യം. ആ നെഗറ്റീവെ പിടിച്ച് നിങ്ങൾക്കൊരു സന്തോഷം തന്നെ ഒരു 5-6 മാസം പറയട്ടെ പിന്നെ കൈ വിട്ടങ്ങ് പോയി. പിന്നീട് ആദ്യത്തെ ഭർത്താവിന്റെ കഥ വന്നപ്പോഴത്തേക്ക് പുള്ളിയുടെ റിലേ പോയി. അയ്യോ അത് പുറത്തു വന്നാൽ ശരിയാവും, ഇത് പുറത്തു വന്നാൽ ശരിയാവും, മറ്റു പുറത്തു വന്നാൽ ശരിയാവും, അങ്ങനെ. എൻ്റെ ചേച്ചി, നിങ്ങൾ ചോദിച്ചു വായിച്ച് കുറെ കാര്യങ്ങളുണ്ട്. ബാക്കി കൂടെ പറ. സുധിച്ചേട്ടന്റെ അനുഗ്രഹം കൊണ്ടായിരിക്കും ബിഗ് ബോസ് പോലത്തെ വലിയൊരു ഷോയിൽ വിളിച്ചതും. അവിടെ ചെന്ന് നിങ്ങൾക്കെല്ലാം കാണാവുന്നതാണ്. ഞാൻ എന്റെ എന്ത് സ്വഭാവമാണ് നിങ്ങളെല്ലാം കണ്ടതാണ്. അവിടെ ചെന്ന് ഇത്രയും പ്രേക്ഷകർ ഇഷ്ടപ്പെടാനും ഇത്രയും പേര് കുറ്റം പറയുമ്പോഴും അതിലുപരി പ്രേക്ഷകർ ഇഷ്ടപ്പെടാനും ഓരോ അമ്മമാരും അനിയന്മാരും അനിയത്തിമാരും എല്ലാവരും ഇഷ്ടപ്പെടാനും എല്ലാം ആ ഒരു ഷോയിലൂടെ എനിക്ക് എല്ലാവർക്കും മനസ്സിലായി എന്റെ സ്വഭാവം. സ്വഭാവത്തിന്റെ കാര്യമാണ് ഞാൻ പറയേണ്ടത്. രേണുസുതി ബിഗ് ബോസിൽ വന്നതിന്റെ പിറ്റേ ദിവസം തന്നെ വഴക്കുണ്ടായിട്ടുണ്ടായിരുന്നു. രേണു വെൽ പ്ലാൻഡ് ആയിട്ടാണ് വന്നത്. അവിടെ നിന്ന് കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ തന്നെ രേണു വന്നതാണ്. പുറത്താണെങ്കിൽ പോലും ഞാൻ ഈ ആഴ്ച എന്തെങ്കിലും ഇതുപോലെ വിഷയം വന്നിട്ടുണ്ട്, അങ്ങനെയാണ് മറ്റാണ് മാടയാന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചേച്ചി. ആ ഒരു വീഡിയോ ലാലേട്ടനെടുത്ത് സ്ക്രീനിൽ കാണിച്ചപ്പോഴത്തേക്ക് രേണു ഇല്ലാണ്ടായിപ്പോയി ഫസ്റ്റ് വീക്ക് തന്നെ. അപ്പൊ തന്നെ ആൾക്കാരെല്ലാവരും അന്തം വിട്ടുപോയി. അവിടെ രേണുസുതി ഭസ്മമായിപ്പോയി. അതിനുശേഷം രേണു മിണ്ടാത്ത അവസ്ഥയായിപ്പോയി. ആരെയോ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രം അവിടെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നിയത്. സത്യസന്ധമായിട്ടുള്ള കാര്യം അത്. അല്ലായിരുന്നെങ്കിൽ രേണു അവിടെ വിഷയം ഉണ്ടാക്കിയേനെ നല്ല രീതി. ആദ്യത്തെ ദിവസം വന്ന് രണ്ടാമത്തെ ദിവസം വന്നു അവർ വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കുമായിരുന്നു. രേണു അങ്ങോട്ട് ചെന്നിട്ട് ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയൊക്കെ ആയിരുന്നു. കുറെ പരിപാടി നടത്തിയതാണ്. പക്ഷെ ലാലേട്ടൻ വന്ന ആ വീക്കിൽ ആ ഒരു കാര്യം കാണിച്ചപ്പോൾ പിന്നെ രേണുസുതി ഇല്ലാണ്ടായിപ്പോയി. അതാണ് സംഭവിച്ചത്. പേടിച്ചെന്ന് തന്നെ പറയാം. ഇല്ലെങ്കിൽ ഇതിന്റെ അപ്പുറം അവിടെ കാണിക്കേണ്ടി വന്നേനെ. ഉള്ള ആരും പറയില്ല. പിന്നെ നിങ്ങൾ ബിഗ് ബോസിൽ പോയിട്ട് നിങ്ങളുടെ സ്വഭാവത്തിനെ കുറിച്ച് കൊടുക്കുന്ന ആരും ഒന്നും പറയാനൊന്നും വേണ്ട. 32ാമത്തെ ദിവസം ഏറ്റവും പൈസ കുറവാണെന്നും പറഞ്ഞിട്ട് പുള്ളിക്ക് അവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയിട്ട് അവിടുത്തെ ചാടിയതാണ് പുള്ളി. നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെ. അവർക്ക് 3000 രൂപ കൊണ്ടേ ഉള്ളായിരുന്നു അവിടെ ഒരു ദിവസം. അവർ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പിന്നെ ദുബായി അവിടെ ഇവിടെയൊക്കെ പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം അവർക്ക് ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കിട്ടി. ഇപ്പം പിന്നെ പുള്ളിക്കാരി സെറ്റായെന്ന് വെച്ചാൽ എനിക്ക് ബാങ്ക് ബാലൻസ് ഇത്ര ഉണ്ട്, അങ്ങനെയാണ് മറ്റാണെന്നൊക്കെ സ്ട്രോങ് ആയിട്ട് പറയുന്ന ഒരു രേണുസുതിയെ നമ്മൾ കണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ പൊന്നോ ഫാൻസൊക്കെ ഒരുപാട് ഫാൻസ് അങ്ങ് അടിച്ച് കയറിയായിരുന്നു. ഇപ്പൊ അവരും വെറുത്തു തുടങ്ങി. അതുപോലത്തെ സംസാരമാണല്ലോ കാണിക്കുന്നത്. പിന്നൊരു കാര്യമുണ്ട്, സുധിച്ചേട്ടൻ എന്ന് മരിച്ചു ആ തലേന്ന് എന്നെ ലാസ്റ്റ് നോക്കിയ ആ നോട്ടം തൊട്ട് ഇന്ന് ഈ നിമിഷം വരെ 3 വർഷമാകുന്നു. 3 വർഷമാകുന്നു. ഇന്ന് ഈ നിമിഷം വരെയുള്ള ഓരോ കാര്യങ്ങളും അദ്ദേഹം ലാസ്റ്റ് എന്നെ നോക്കിയിട്ട് പോയി അലമാരിയുടെ അവിടെ നിന്നിട്ട് ഞാൻ ഉറങ്ങുമായിരുന്നു. ഞാനത് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം. ഞാൻ രാവിലെ കണ്ണ് തെളിച്ചപ്പോൾ സുധിച്ചേട്ടൻ ഒരുങ്ങി നിൽക്കുക പോകാൻ. ലാസ്റ്റ് പ്രോഗ്രാമിന് പോയിട്ടും ക്രോസ് ബാഗൊക്കെ ഇട്ട് ഒരുങ്ങി നിൽക്കുക. എന്നിങ്ങനെ കുറെ നേരം സൂക്ഷിച്ച് നോക്കി നിൽക്കുക. അങ്ങനെ നോട്ടം പതിവില്ല. ആള് പോവാന്ന് പറഞ്ഞ് പോവാ. അല്ലെങ്കിൽ അപ്പൊ ഞാൻ ചോദിച്ചാൽ എന്താ നേരത്തെ അപ്പം പറഞ്ഞ പോലത്തെ സമയം ഇത്രയും ലേറ്റായി, നീ നോക്കെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് 7 മണി കണ്ടാകും. അപ്പൊ ആളെ നോക്കിയപ്പോഴത്തേനും ആളെന്നെ കുറെ നേരം ഇങ്ങനെ നോക്കി നിന്നു. അപ്പം ഞാൻ എന്താ ഒന്നുമില്ല ഞാൻ പോവാന്ന് പറഞ്ഞപ്പം എന്നെ ഇങ്ങനെ ഞാനും കുഞ്ഞും കിടക്കുക, എന്നെ ഇങ്ങനെ തൊടാതെ ഇങ്ങനെ മാറി നിന്നിട്ട് കുഞ്ഞിനിങ്ങനെ കുറെ നേരം ഉമ്മ കൊടുത്തു. അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞു സ്വിച്ചേട്ടനോട്, ഇതെന്തോ സ്വിച്ചേട്ടൻ നാളെ വെളുപ്പിനെ വരുന്നതല്ലേ, പിന്നെ നിങ്ങൾ എന്തിനാ ഇത്ര നേരം ഉമ്മ കൊടുക്കണം, പോകാൻ പറഞ്ഞു, സമയം പോയില്ല. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് സെന്റിമെന്റ്സും കാര്യങ്ങളൊക്കെ തോന്നുകയൊക്കെ ചെയ്യും. പക്ഷേ അതിനൊരാഴ്ച മുമ്പാണ് ഇവർ ചൂലും കെട്ടെടുത്തിട്ട് ആ മനുഷ്യനെ ഓടിച്ചെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ആ വീടിന് ചുറ്റും കിച്ചുവിന് എന്തെങ്കിലും മേടിച്ചു കൊടുത്താൽ അപ്പോൾ പ്രശ്നം, കിച്ചുവിന് പൈസ ചെലവാക്കി അത് കുറ്റം, എന്തുണ്ടെങ്കിലും കണക്കും കാര്യങ്ങളും പറഞ്ഞ് ഇവർ വീട്ടിലുണ്ടാക്കാത്ത പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിലും എങ്ങനെ മരിച്ചു കഴിയുമ്പോൾ എല്ലാത്തിനെയും വാഴ്ത്തിപ്പാടാനും അവനുണ്ടായിരുന്നെങ്കിൽ നല്ലതായിരിക്കും എന്ന് പറയാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ട്. കണ്ണോടൊപ്പം കണ്ണിന്റെ വില അറിയത്തില്ലല്ലോ. ഇല്ലാത്തപ്പോഴാണല്ലോ എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഒരു മനുഷ്യന് ഒരു വില പോലും ഈ സ്ത്രീ കൊടുത്തിട്ടില്ലായിരുന്നു. ഈ ഒരു സ്ത്രീ കൊടുത്തിട്ടേ ഇല്ലായിരുന്നു. ശ്രുതി പെട്ടുപോയെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. തിരിഞ്ഞു വന്നിട്ട് ഇപ്പോഴും ഞാൻ ഓർക്കുന്ന കാര്യങ്ങളാണ്. ഈ മറന്നു പോയവരായിരിക്കും, ഈ മറന്നു പോയവരോടാണ് ഞാൻ ഓർക്കുന്നത്. ചേട്ടൻ പോയതിന്റെ അന്നത്തെ ദിവസം പറയുന്നത്. അപ്പൊ ആള് തിരിഞ്ഞു വന്നിട്ട് എന്റെ നെറ്റിൽ ഒരു ഉമ്മ വന്നിട്ട് പറഞ്ഞു, വാവട്ടെ പപ്പ എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് പപ്പ കിടക്ക് ഓപ്പറേഷൻ ചെയ്ത്, നീ എനിക്ക് കുരിശ് വരച്ചു തരാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ചെയ്തിട്ടാണ് ആള് പോയത്. അപ്പം അന്ന് തൊട്ടുള്ള ഈ എല്ലാ കാര്യങ്ങളും ആളെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ശ്വാസിൽ വെച്ചാണ് സുധിച്ചേട്ടനെ മോനെ കാണുന്നത്. ലൈഫിൽ ആദ്യമായിട്ട് 2016 ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത്. അപ്പൊ ആ സമയത്ത് അന്ന് തൊട്ട് ആളും കിച്ചും ഏത് ഷർട്ടായിട്ടെന്നും ശ്വാസിൽ ഞാൻ താഴെ വന്നപ്പോ ശ്വാസ് നമ്മുടെ എറണാകുളം, ഞാൻ ആ ലിഫ്റ്റിന്റെ അവിടെ താഴെ വന്നപ്പോ ആള് വന്ന്
അന്ന് കണ്ടിട്ട് അന്ന് കണ്ട ആ മുഖവും ലാസ്റ്റ് പോകുന്നിടത്ത് ആ മുഖം അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് ഓർമ്മയാണ്. അതെ, അതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഓർമ്മയുണ്ട്. മറ്റില്ല ഹോട്ടലിൽ മുറിയെടുത്ത ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അതെനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നത്. ഞാനും സുധിച്ചേട്ടനെ കാണാൻ വേണ്ടി കിച്ചു ഉണ്ടായിരുന്നു ഒരു വിവാദം വന്ന സമയത്ത്. ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഇനി ഇവിടെ പറയുന്നില്ല. ഇവര് സോഷ്യൽ മീഡിയ വന്നിട്ട് ഇപ്പോഴാണെങ്കിലും പറയുന്നത് ഓരോ സെന്റിമെന്റ്സും ഓരോ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സത്യം പറയാമല്ലോ, കാണുന്നവർക്ക് ഭയങ്കര ഇതടിയും. പക്ഷെ നമ്മൾ ഓരോ വിവരങ്ങളൊക്കെ അറിഞ്ഞു വെച്ച് നോക്കി ആ വ്യക്തിയെ ബൂസ്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുപോലെ അറിഞ്ഞ കുറെ കാര്യങ്ങളായിരുന്നു. ആ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് പോലും ചെയ്യാൻ പറ്റത്തില്ല. നാടകം നടിക്കാൻ പിന്നെ ഈ ഒരു കേസ് ഇട്ട് വിട്ട് ഞാൻ ചെയ്യുന്നില്ലെന്നും പറഞ്ഞ് പോയതാ. അന്ന് അതുലിന്റെ ഒരു വിഷയം വന്ന് അതിന്റെ ഒരു വിഷയം വന്നപ്പോൾ ഓരോ വ്യക്തികളെ വിളിച്ചിട്ട് അവർ ഭീഷണിപ്പെടുത്തുന്ന പക്ഷേ ഇങ്ങനെ അവനെ ഒതുക്കണം, അവനെ തീർക്കണം, മറ്റേ മോനാണ് മറിച്ചേ മോനാണ് അങ്ങനെയാണ് മറ്റേയാണെന്നൊക്കെ പറഞ്ഞത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് നല്ല കലിപ്പ്. ഇവര് നമ്മൾ ഉദ്ദേശിക്കുന്ന ആരെന്ന് പറഞ്ഞാൽ ഞാൻ കമന്റ്സും അതും ഇതൊന്നും നോക്കത്തില്ലെന്ന് പറയുന്നൊരു വ്യക്തിയല്ല രേണു. പുച്ഛവേ ഉള്ളൂ എനിക്ക് ഈ ഒരു സ്ത്രീയോട് ഇപ്പം വന്നു എനിക്ക് ആ ഒരു വോയിസും കൂടെ കേട്ടതിന് ശേഷം ശരിക്കും. ഇതുപോലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി കണ്ടപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ചേച്ചി ഇങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഓരോ പേരുകളാണ് വരുന്നത്. അന്ന് പല്ലി മാറി, അതിനുശേഷം നിക്കർ വിധവ വന്നു, അതിനുശേഷം ഇപ്പൊ വന്നേക്കുന്നതാണ് മലയാളികളുടെ തമന്ന. ചേച്ചി കഴിഞ്ഞ ദിവസം ഒരു ഇനാഗ്രേഷന് പോയപ്പോഴത്തേക്ക് മലയാളികളുടെ തമന്ന, പാവങ്ങളുടെ തമന്ന, മലയാളികളുടെ അല്ല പാവങ്ങളുടെ തമന്ന. സന്തോഷമേ ഉള്ളൂ. എനിക്ക് തമന്ന മാമിനെ ഭയങ്കര ഇഷ്ടമാണ് പണ്ട് തൊട്ടേ. പൊന്നോ അപ്പൊ എല്ലാം നോക്കാറുണ്ട്. പാവങ്ങളുടെ തമന ഈ നിക്കർ വനിതയോ അതാരായിട്ട് ഷഫീന ബീബിയാണെന്ന് തോന്നുന്നു നിക്കറിന്റെ ഇതൊക്കെ കണ്ട് ചെയ്തത്. അത് അത്യാവശ്യം നല്ല ട്രെൻഡിങ്ങിൽ പോയൊരു സംഭവമാണ്. പിന്നെ അതിലും കിടന്ന് പറയുന്നൊക്കെ കേട്ടായിരുന്നു. തമന കൊള്ളാം. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് രേണുസുധിയുടെ വിവാദവും അതുപോലെ തന്നെ ബീഫ് കഴിക്കുന്നതിനെ കുറിച്ച് വിവാദമാണ്. അതുകൊണ്ട് ചോദിക്കണം, ചേച്ചി ബീഫ് കഴിക്കാറുണ്ടോ? ഇല്ല, അതിന്റെ ഗ്രേവി മാത്രം, കരളില്ലേ ദൈവം അടുത്തുണ്ടാകുന്നുണ്ട്, അതിന്റെ കരളില്ലേ അത് മാത്രം, അത് സോഫ്റ്റ് അല്ലേ, ബീഫിന്റെ കൂടെ കരള് കിട്ടത്തില്ലേ, ആ കരള് മാത്രം കഴിക്കും, ബീഫ് കഴിക്കാറില്ല. കരള് മാത്രം കഴിക്കും, ബീഫ് കഴിക്കാറില്ല. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതിന്റെ രേണു? ഓക്കെ, അങ്ങനെയൊക്കെ ഉണ്ടോ? ഇനിയിപ്പോ ബീഫ് കഴിച്ചെന്നും പറഞ്ഞ് വല്ല പ്രശ്നം വല്ലതും വരുന്ന പേടിച്ചിട്ടാണോ? ഇപ്പൊ ഒരുപാട് ഇനാഗ്രേഷൻ കിട്ടാൻ കാരണം ഇപ്പൊ ശരീരം കാണിച്ച് എക്സ്പോസ് ചെയ്തിട്ടുള്ള ഡ്രസ് ഇട്ടിട്ടാണ് രേണുസുധി വരുന്നത്. എന്നാ കാണാനാണ് ഈ ശരീരത്തിൽ? അല്ല, അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഞാന് നെഗറ്റീവ് കമന്റ്സ് നോക്കി ഞാൻ റിപ്ലൈ എന്റെ 2 പിള്ളേരെ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. റിപ്ലൈ കൊടുക്കാൻ ഇപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഇനി ഒരു നെഗറ്റീവ് കമന്റ്സും നോക്കണ്ട. കാരണം ഇവര് ഓരോ നെഗറ്റീവ് കമന്റ്സ് ഇടുമ്പോഴും ഞാൻ അത് ചവിട്ടി കയറുന്നതല്ലാതെ ഞാൻ താഴെ കിടക്കുന്നില്ല. ഓരോ ആൾക്കാർ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഓരോ വർക്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ആൽബം ആണേലും ഇനോഗ്രേഷൻ ആണെങ്കിലും എനിക്കൊരു സന്തോഷമുള്ളൂ. ഞാൻ ദൈവത്തെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ഇനോഗ്രേഷൻ ആണെങ്കിലും ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അനുഗ്രഹം എനിക്കുണ്ടാവും. പിന്നെ മറ്റുള്ളവർ അവർക്ക് ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഇട്ട് തളർത്താനല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ പണ്ടേ ഇത് തീർന്ന് ഞാൻ വീട്ടിൽ ഇരിക്കത്തില്ല. സത്യം. ഇപ്പം നമ്മളെപ്പോലുള്ളവർ കാരണം ചേച്ചി ഇപ്പം ഒരു ഫംഗ്ഷന് ഒരു ഇത് ഉദ്ഘാടനത്തിനൊക്കെ 1 ലക്ഷം 1.5 ലക്ഷം ഒക്കെ വെച്ചാൽ ചേച്ചി മേടിക്കുകയൊക്കെ ചെയ്യുന്നത്. 10 എണ്ണം കിട്ടിയ 10 ലക്ഷം രൂപയായില്ലേ. പിന്നെ ഈ പറയുന്ന വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഷോർട്ട് ഫിലിം. അതുപോലെ ഷോർട്ട് ഫിലിമൊക്കെ എന്താണെന്ന് ഈ ഇടയ്ക്ക് നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇപ്പോൾ ഒരു ദിവസത്തെ 10-15 രൂപ വെച്ച് കിട്ടുവാണെങ്കിൽ രേണുസുധി വേറെ ലെവലായിരിക്കും. ഇപ്പൊ അത്യാവശ്യം കടകളും കാര്യങ്ങളും ഒക്കെ തീർന്ന് ഇപ്പൊ എന്റെ ചേച്ചിയുടെ എന്താ പൊന്നോ ബ്ലൂട്ടോ അത് ഇത് മറ്റേത് മറിച്ചത് ജീവിതമേ മാറിപ്പോയി. അതുപോലെ ഇപ്പം ഒരു യൂട്യൂബിൽ ഒരാൾ റിയാക്ട് ചെയ്തിരിക്കുന്ന വീഡിയോ ആണ് രേണുവിന്റെ UK-കാരൻ കാമുവിന്റെ ഭാര്യ രംഗത്ത്. എനിക്ക് UK-കാരനും ഇല്ല കാമുവിനും ഇല്ല, ഭാര്യ രംഗത്ത് വരുന്നുണ്ട്. അല്ല, അങ്ങനെ ഒരു വ്യക്തി, ഒരു സ്ത്രീ ഒരു വീഡിയോ ഇട്ടിരുന്നു. എനിക്കറിയില്ല. അപ്പൊ ഈ പറയുന്നവർക്ക് UK-കാരൻ എനിക്ക് അങ്ങനെ ഒരു UK-യിലാണെന്ന് ആര് പറഞ്ഞു? കാമുകൻ. എനിക്ക് കാമുകനുണ്ടെന്ന് ഞാൻ കൺഫേം പറഞ്ഞിട്ടുണ്ട്. ഈ പറഞ്ഞവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് കാമുകനും ഇല്ല, UK-യിലെ കാമുകന്റെ ഭാര്യയും രംഗത്ത് വന്നിട്ടില്ല, ഒരുത്തരും രംഗത്ത് വന്നിട്ടില്ല. അത് രേണുവിന്റെ ഭാഗത്ത് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. കാരണം ഈ സോഷ്യൽ മീഡിയ വന്നിട്ട് ഞാനൊരു മുസ്ലിം യുവാവായിട്ട് പ്രണയത്തിലാണെന്ന് പറയാതെ പറയുന്നു, ഇൻഡ് കൊടുക്കുന്നു, അങ്ങനെയാണ് മനഃപൂർവ്വം ഇട്ട് കൊടുക്കുന്നതല്ല. അങ്ങനെ ചുമ്മാതല്ല. അതിനിടയ്ക്കാണ് UK പോകുന്നതെന്ന് പറയുകയും ചെയ്തത്. ഈ UK-യിലോട്ട് പോകുന്നത് പറയുമ്പോൾ അതും ഇതും കൂടെ ഒക്കെ കണക്ട് ചെയ്ത് തമ്പലൈൻ സെറ്റ് ചെയ്യും. അത് ഓരോരുത്തരുടെ രീതിയാണ്. അത് രേണുവിനറിയാം ഇതൊക്കെ ചോദ്യമായിട്ട് വരും എന്നൊക്കെ രേണുവിനറിയാം. അതാകുമ്പോൾ രേണു ഇങ്ങനെ മറുപടി കൊടുക്കുന്നത്. രേണു തന്നെയാണ് ഒരു മുസ്ലിം യുവാവുമായിട്ട് ഒരു ചെറിയ റിലേഷൻഷിപ്പിലാണ്, അങ്ങനെയാണ്, ഇനി പേര് മാറ്റുമോ, പുള്ളി തന്നെ ഓരോന്നെടുത്തിട്ടോണ്ടിരിക്കുകയാണ്.
എന്നിട്ട് ഇപ്പോൾ രേണു വന്നിട്ട് കണ്ടില്ലേ നൈസായിട്ട് എനിക്കൊന്നുമില്ല, കഷ്ടം, ഒരു സ്റ്റാൻഡില്ലാത്ത ഒരു സ്ത്രീയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പത്തേക്ക് നെഗറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ആൾക്കാർ ചേച്ചിക്ക് പരാതി കൊടുത്തൂടെ? എന്തിനാണ് അങ്ങനെ പരാതി കൊടുക്കുന്നത്? പരാതി കൊടുത്തിട്ട് എന്താ പ്രയോജനം? എന്റെ ദേഹത്ത്, ഞാൻ പണ്ട് പറയുന്ന പോലെ എന്റെ ദേഹത്ത് വന്ന് അടിച്ചു കഴിഞ്ഞാൽ അതെനിക്ക് വേദനയുണ്ട്. ഇവരവിടെ പോയി ചിലക്കട്ടെ, അവർക്ക് ഉപജീവന മാർഗം അതായിരിക്കും. എന്നെ 2 തെറി പറയുക, 2-3 റീച്ച്, നല്ല റീച്ച് കിട്ടുക, അതായിരിക്കും അവരുടെ ഉപജീവന മാർഗം. ഞങ്ങൾക്ക് റീച്ചിന് വേണ്ടി ഞങ്ങളിപ്പോൾ ചെയ്യുന്നത്, ഞങ്ങൾ റീച്ചിന് വേണ്ടിയാണ്. പിന്നെ നിങ്ങളുടെ കള്ളങ്ങളെ പൊളിച്ചെടുക്കുകയും ചെയ്യും. റീച്ചെങ്കിൽ റീച്ച്, ആരും മേടിക്കുകയാണെങ്കിൽ ആരും മേടിക്കാൻ. അതിനിപ്പോൾ എന്താ നിങ്ങളും സോഷ്യൽ മീഡിയ കൂടെ എന്താ ഉണ്ടാക്കുന്നത്? അത്രേ ഉള്ളൂ. അതുപോലെ വന്നേക്കുന്ന വേറൊരു സംഭവമാണ്, രേണു ഇനിയും ഓവറായിട്ടുള്ള ഇന്റിമേറ്റ് സീനുള്ള ആൽബം ചെയ്യില്ല, അതിനെതിരെ കിച്ചു പ്രതികരിച്ചു എന്നൊക്കെയുള്ള രീതിയിൽ ഒരുപാട് വീഡിയോ കുറെ പേര് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ പറയുന്നവരുടെ മക്കളായിരിക്കും പ്രതികരിച്ചത്. എനിക്കറിയാം, എന്റെ മകൻ ഇന്ന് വരെ എന്റെ ആൽബത്തിനെ പറ്റിയോ ഞാൻ ചെയ്ത ഒരു വർക്കിനെ പറ്റിയോ ഇന്ന് വരെ ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു പ്രാവശ്യം ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് അവന് മനസ്സിലാകുന്നില്ല, എന്നോട് അമ്മ അതിന്റെ കഥയൊന്ന് പറഞ്ഞു. അമ്മേനെ ആരൊക്കെ അതിനകത്ത് പ്രേമിച്ചത്, അമ്മ അങ്ങോട്ട് പ്രേമിച്ചാണ് ഇങ്ങോട്ട് കഥ സ്റ്റോറി, അത് ഞാൻ പറഞ്ഞു കൊടുത്തു. അതല്ലാതെ ഞാൻ ഇനി ഇന്റിമസി സീൻ ഉണ്ടെങ്കിൽ എനിക്ക് കംഫോർട്ടബിൾ ആണെങ്കിൽ ഇനിയും രേണുസുതി അഭിനയിക്കും. എനിക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള സീനാണെങ്കിൽ രേണുസുതി അഭിനയിക്കും. കിച്ചു കൂട്ടുകാരുടെ അടുത്തൊക്കെ വിളിച്ച് പറഞ്ഞ കഥകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ അറിയാം. അടുത്തുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞതും അവനൊട്ടും ഇഷ്ടമല്ലെന്നും ഒക്കെ അറിയാം. രേണുവിനൊന്നും അറിയാത്തതുകൊണ്ട് കൊച്ചിന് നല്ല കലിപ്പുണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ്. ഇപ്പം എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഇപ്പം ഇത്രയും ഒരു ഫെയിമിലൊക്കെ നിൽക്കുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ചീത്തപ്പേരുണ്ടാവും എന്ന് അറിഞ്ഞുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചെറുക്കൻ ഒന്ന് കൂളായി ഇരിക്കാന്ന് കരുതിയത്. ഞാൻ അങ്ങനെ കരുതത്തുള്ളൂ ഈ ഒരു വിഷയത്തിൽ. എന്തായാലും നമുക്ക് ഒരു വീഡിയോ കൂടെ വെച്ചിട്ട് അങ്ങ് സ്റ്റോപ്പ് ചെയ്യാം, അതാ നല്ലത്. സൂചിച്ചേട്ടന്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞിട്ട് രേണു പലരുടെയും കൂടെ പല രീതിയിലും പോകുന്നുണ്ട്. ദുബായിൽ പോകുന്നത് പോലും അതിനുവേണ്ടിയാണെന്നാണ് പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിച്ചു, ദുബായിൽ ഞാൻ പോകും, ഒരുപാട് ആർട്ടിസ്റ്റുകൾ പോകും. ഈ പറയുന്നവരൊക്കെ ദുബായിൽ അമേരിക്കയിലൊക്കെ പോകുന്ന ആരെങ്കിലും അറിയുന്നുണ്ടോ? ഞാൻ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തൊട്ട് നിങ്ങളൊക്കെ തന്നെയല്ലേ വരുന്നത്. ഓക്കെ, ശരി. ഇനി ദുബായിൽ ചെന്ന് ഞാൻ പ്രമോഷൻ ചെയ്തു, ബഹ്റൈൻ ചെന്നിട്ട് പ്രമോഷൻ ചെയ്തു, ഷാർജയിൽ പോയിട്ട് പ്രമോഷൻ ചെയ്തു. ഇതെല്ലാം അവിടുത്തെ ആ മാനേജർമാര് വീഡിയോസ് എല്ലാം മീഡിയാസിലും നിങ്ങൾക്കും കിട്ടുന്നില്ലേ വീഡിയോസ്? അവിടെ എന്താ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ? അപ്പൊ പിന്നെ അതിനകത്ത് എന്താണ് ഉത്തരം? ഞാൻ എവിടെ പോയാലും അതെല്ലായിടത്തും ഞാൻ എവിടെ പോയാലും ഒന്ന് ഉറങ്ങുന്നോളം വരെ ഞാൻ സ്റ്റാറ്റസ് ഇടുന്ന വ്യക്തി. നിങ്ങൾക്കൊക്കെ എന്റെ വാട്സ്ആപ്പ് നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം. 2 മണി വീട്ടിലെത്തി, പിന്നോടത്ത് പോകുന്നു, അവിടെ പോകുന്നു, ഇവിടെ എത്തി, സ്റ്റാറ്റസ് എല്ലാം ഞാൻ ഇടുന്ന ആളല്ലേ. പോകുന്നത് മറ്റു പരിപാടിക്കൊന്നും ഇവിടെ നമ്മളാരും പറഞ്ഞിട്ടൊന്നുമില്ല. അവർ വർക്കും കാര്യങ്ങളായിട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. നമ്മുടെ വിഷയം ഇതൊന്നുമല്ല. സുധിയുടെ പേരും പറഞ്ഞിട്ട് കാണിച്ചു കൂട്ടിയ കുറേ കോപ്രായങ്ങളും പിന്നെ ഇപ്പം റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. നമ്മൾ എന്തൊക്കെ ഇവിടെ നിന്ന് പറയുന്നുണ്ടോ അതെല്ലാം കൂടെ ഓരോ ക്വസ്റ്റ്യനൊക്കെ തയ്യാറാക്കി ഓരോരുത്തന്മാർ അവിടെ പോയി ചോദിക്കുന്നുണ്ട്. അതിന് ചേച്ചി തരുന്ന കുറേ വിവരക്കെട്ട മറുപടി, അതിനൊക്കെ നമ്മൾ തിരിച്ച് മറുപടി കൊടുക്കുകയൊക്കെ ചെയ്യും. കാരണം സൂചിച്ചേട്ടന്റെ മരണത്തിന് ശേഷമാണ് രേണു സുധിക്ക് ഇത്രയും റീച്ച് വന്നതും കാര്യങ്ങളൊന്നും പറഞ്ഞ് പലരും വീഡിയോ ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് രേണു വീഡിയോ ചെയ്തിട്ട് റീൽസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊന്നും ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. സൂചിച്ചേട്ടന്റെ മരണത്തിന് ശേഷം വൈറലാകുന്നു. അപ്പൊ ഇപ്പോഴാണെങ്കിൽ ഇനാഗ്രേഷനും മറ്റു സംഭവങ്ങളും കാണിക്കാൻ വേണ്ടിയാണ് അറ്റവും മൂലയില്ലാത്ത തുണി ഇട്ടുകൊണ്ട് വരുന്നത്. ഇന്ന് വരെ ഞാൻ അറ്റവും നൂലും ഇല്ലാത്ത തുണി ഇട്ടിട്ടുണ്ടോ? ഇന്ന് വരെ ഇട്ടിട്ടുണ്ടോ? ഈ പറയുന്നത് കാണിച്ചു തരട്ടേന്നേ. അറ്റവും നൂലും ഇല്ലാത്ത തുണി ഇന്ന് നൂലുകാര്യം പറഞ്ഞപ്പോ ഇന്ന് പാവാടവള്ളി എന്തോ ഡാൻസ് കളിച്ചപ്പോ കണ്ടെന്ന് തോന്നുന്നു. അതിന് വലിയ ഇനി വിവാദമാകും കേട്ടോ. പാവാടവള്ളി കണ്ടു എനിക്കൊന്നും വിഷയമല്ല. പാവാട ഇടുന്നൊരു പാവാടവള്ളി കാണും. എന്തിട്ടാലും അത് വള്ളി കണ്ട എന്താന്ന് വിഷയം? ഇടുന്നോണ്ടല്ലേ കാണുന്നത്, ഇടാതിരിക്കുന്നില്ലല്ലോ. അപ്പം പിന്നെ എന്താ പറയാ, ഞാൻ ഇടുന്ന എല്ലാം എന്റെ ശരീരത്തിനനുസരിച്ചുള്ള, നിങ്ങൾക്കൊക്കെ നേരിട്ട് എന്നെ കാണുന്നവർക്കറിയാം. ഞാൻ ഈ ക്യാമറയിലോ മൊബൈലോ ടിവിയിലോ കാണുന്ന ആളല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആളല്ല. അപ്പൊ എനിക്ക് ചേരുന്ന ഡ്രസ്സുകളാണ് ഞാൻ ഇടാറുള്ളത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഈ പറയുന്ന കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ കാണുകയൊക്കെ ചെയ്ത് ഞാൻ ആ ഒരു വീഡിയോ സൈഡിൽ വെക്കാം. ഓക്കെ, എന്തായാലും ഇന്നലെ എടുത്ത ഒരു വീഡിയോസാണ്. അതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കിച്ചുവിന്റെ കാര്യങ്ങൾ പറഞ്ഞത് മൊത്തം കള്ളമാണ്. അവന് മനസ്സിൽ നല്ല ദേഷ്യവും വൈരാഗ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ചേച്ചിക്ക് അറിയാത്തതുകൊണ്ടാണ്. പിന്നെ എനിക്ക് ചെറിയൊരു തൊണ്ടവേദനയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഇതൊക്കെ സംസാരിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും ആട്ടെ. എന്തായാലും നമ്മളിവിടെ തീർക്കുകയാണ്. ഈ ഒരു ഇന്നത്തെ ദിവസം രേണുവിൻ്റെ നമ്മളിവിടെ തീർക്കുകയാണ്. ഇനി ബാക്കി നാളെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാണാം. കാരണം പുള്ളിക്കാരി തന്നെ ഓരോ സംഭവമായിട്ട് ഇനി വരും, അത് ഉറപ്പാണ്. കാരണം ഈ മീഡിയക്കാർ എവിടെ പോകുന്നുണ്ട് അവരെയൊക്കെ കറക്റ്റായിട്ട് വിളിച്ചു പറയും, ഞാൻ ഇന്ന സ്ഥലത്ത് ഇവിടെ വരുന്നുണ്ട്, നിങ്ങൾ വരത്തില്ല എന്നൊക്കെ പറയുന്നതൊക്കെ നമുക്കറിയാം.
ഇതേ മീഡിയക്കാർ തന്നെയാണ് നേരത്തെ നമ്മളോട് പറയുകയും ചെയ്തത് രേണുവിൻ്റെ വീടിന് ഒരു വൃത്തിയില്ല, അങ്ങനെയാണ് അകത്തോട്ട് കയറാൻ പോലും പറ്റത്തില്ല. അത് നിങ്ങൾ ആ ഒരു വീട് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ആ സമയത്ത് അവിടെ ഞാൻ ആലോചിച്ചെന്ന് വെച്ചാൽ അവിടെ ചേച്ചിയുണ്ട്, അമ്മയുണ്ട്, ഇവരെല്ലാവരും ഉണ്ട്. ഒന്ന് ക്ലീൻ പോലും ചെയ്യത്തില്ലായിരുന്നു. അതൊക്കെ നമ്മൾ തിരക്കേണ്ട ആവശ്യമൊന്നുമില്ല. കൊല്ലം സുധിയുടെ വീട് എന്തൊക്കെ കഥകളായിരുന്നു. ഓക്കെ, എന്നാൽ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയർ സബ്ബോക്ക് ചെയ്യാം. ബൈ, ലവ് യു.